ഞാൻ വായിക്കുന്ന ഒരാളാണ്, എഴുതാൻ ആഗ്രഹമുള്ള ഒരാളാണ്. എന്നെപ്പോലെ ഇത് കാണുന്ന നിങ്ങളിൽ പലരിലും വായിക്കാനും എഴുതാനും ഒക്കെയുള്ള ആഗ്രഹങ്ങളുണ്ടാവും. നമ്മളുടെ കൂടെ ഇന്നുള്ളത് നമ്മുടെ സ്വന്തം അബ്ദുള്ള മാഷാണ്. ഒരു എഴുത്തുകാരനാകുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണോ? അതേപോലെ എല്ലാ മനുഷ്യരിലും ഒരു എഴുത്തുകാരനുണ്ടെന്ന് സാർ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒരു എഴുത്തുകാരനാവുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു എല്ലാ വായനക്കാരിലും ഉണ്ടാകുന്ന ഒരു ആഗ്രഹമാണ്. ഇപ്പോൾ ഏതൊരു വായനക്കാരനും പ്രത്യേകിച്ച് വായിക്കുന്ന ഒരു പുസ്തകം, വായിക്കുന്ന ഒരു കഥ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഒരെണ്ണം എനിക്കെന്തുകൊണ്ട് എഴുതിക്കൂടാ, അല്ലെങ്കിൽ ഇതുപോലൊരു കഥ എനിക്കറിയാലോ, അതെന്തുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ചിന്തയൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഇതേപോലെ എല്ലാവരിലും, ഓരോ വായനക്കാരിലും ഒരു എഴുത്തുകാരൻ ഒളിഞ്ഞിരിപ്പുണ്ട്. രണ്ടാമത് ചോദിച്ചു, ഒരു എഴുത്തുകാരനാവാൻ എത്രത്തോളം പ്രയാസമാണ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഞാൻ അതിനൊരു മറുചിന്ത ഞാൻ ചോദിക്കുകയാണ്. ഒരാൾ എപ്പോഴാണ് എഴുത്തുകാരനാവുന്നത്? മറ്റുള്ളവർ വായിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച ഒരു അനുഭവമോ ഒരു കഥയോ ഒക്കെ അത് താൻ എഴുതി മറ്റൊരാൾ അതൊരു വായിച്ച് അതിന് റിപ്ലൈ പറയുമ്പോഴാണ് ഒരാൾ എഴുത്തുകാരനായി എന്ന് മനസ്സിലാക്കുന്നത്. ഇന്നത്തെ ഒരു കാലഘട്ടം ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ആ എഴുത്ത് വായിക്കപ്പെടാനും അതിൻ്റെ ഒരു റിപ്ലൈ നമുക്ക് ലഭിക്കാനും വളരെ ഈസിയായ മാർഗങ്ങൾ ഇന്ന് നിലവിലുണ്ട്. ഞാൻ എഴുതാൻ ആഗ്രഹമുള്ള ഒരാളാണെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ സാർ. അപ്പോൾ എൻ്റെ എഴുത്ത് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എൻ്റെ രചനയിൽ ഉണ്ടാവേണ്ട ഒരു ഗുണം എന്തായിരിക്കും? ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം ഏതുതരം പുസ്തകമാണ് വായിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് നോക്കിയാൽ മതി. തീർച്ചയായിട്ടും നമ്മൾ വായിക്കുന്ന പുസ്തകം ഏത് തരത്തിലുള്ളതാണോ അതുപോലെ ആയിരിക്കും നമ്മൾ എഴുതാൻ ഇഷ്ടപ്പെടുക. എല്ലാ എഴുത്തുകാരുടെയും രീതി ശൈലികളൊന്നും ഒരുപോലെയല്ല. അതൊക്കെ അങ്ങനെ ആവാൻ കാരണം അവർ വായിച്ച പുസ്തകങ്ങളിൽ നിന്നും അവർ നേടിയെടുത്ത ഒരു സാഹിത്യപരമായ ഒരു കഴിവുണ്ടാവും. ആ കഴിവ് ആ തരത്തിലേക്ക് മാറ്റപ്പെടുന്നതാണ്. അപ്പോൾ ഒരു കഥ വായിക്കുമ്പോൾ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. അപ്പോൾ അത്തരം വായനക്കാരാണ് കൂടുതലുള്ളത്. നമുക്ക് ചെറിയ ചില അനുഭവങ്ങൾ പറയാൻ, കൊച്ചു കൊച്ചു കഥകൾ പറയാൻ ഒക്കെ നമ്മുടെ ജീവിതമായിട്ട് റിലേറ്റഡായ വാക്കുകളും സന്ദർഭങ്ങളും ഒക്കെ ആ കഥയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ആ കഥ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടാനും നല്ലതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു പോസിറ്റീവ് എനർജി കേട്ടു. അതേപോലെ നിങ്ങളെല്ലാവരും നല്ല കാര്യങ്ങൾ വായിക്കുക, എഴുതുക, നല്ല കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. താങ്ക് യു.